Hi friends, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പയറി നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്പയറിക്ക് മുന്നുള്ള 2 ദിവസം നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് മാർക്കറ്റ് 2 ദിവസം ഇന്നലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് ഫോർമേഷൻ പോലെ ഒരു റേഞ്ച് ഇവിടെ ഫോർമേറ്റ് ചെയ്യുക, അടുത്തൊരു റേഞ്ച് ഇവിടെ ഫോം ചെയ്യുക. അങ്ങനെ ഇപ്പോൾ വേറെ 2 ദിവസം 2 ഡേയ്സ് ഒരേ ഓൾമോസ്റ്റ് സെയിം വാല്യുവേറ്റ് ചെയ്യാണ്, സെയിം POC ആണ്. ആ ഒരു റേഞ്ചിൽ നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത്. നിങ്ങളെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള റേഞ്ചിനകത്ത് അവൻ കിടന്ന് കളിച്ച് ആ ഭാഗത്ത് കൃത്യമായി സ്റ്റാൻഡ് ചെയ്ത് ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്താണ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു ബാലൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വെച്ച് ഇൻബാലൻസ് മൂവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2 ദിവസത്തെ പ്രൊഫൈൽ ഞാൻ എടുത്ത് മെർജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിന് മുമ്പേ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. തലേ ദിവസം റേഞ്ചിന്റെ ഭാഗത്ത് തന്നെ ഓപ്പൺ ചെയ്തു. ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, അല്ലെങ്കിൽ വലിയ ടാർഗറ്റ് നിഫ്റ്റി നല്ല ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റി. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ, വലിയ ലാർജ് ഒന്നുമില്ല, വേണമെങ്കിൽ ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ആക്ഷൻ താഴേക്ക് വന്ന് താഴത്തെ ടാർഗറ്റ് ഒക്കെ തന്നൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ എത്ര ദിവസമായിട്ട് ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ റേഞ്ചിനെല്ലാം കൂടെ ചേർത്ത് വച്ചതിന് ശേഷം അത് വെച്ചുള്ളൊരു വ്യൂ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മൾ പറഞ്ഞിരുമ്പോൾ ഇന്ന് വലിയതായിട്ട് മാർക്കറ്റിൽ വലിയ ന്യൂസുകളൊന്നും ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ എന്തോ അമേരിക്ക ഇപ്പോൾ എന്ത് പറയുന്നില്ല, ചൈനയ്ക്ക് ഇളവ് 90 ദിവസത്തേക്ക് അവരുടെ താരിഫ് പോസ് കൊടുക്കുന്ന രീതിയിലേക്കാണ് പുതിയ ന്യൂസ് വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ചുറ്റുമുള്ള കൺട്രികളെയും പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് വലിയൊരു ന്യൂസ് നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ന് കാണുന്നില്ല. ഇന്ന് രാത്രി അമേരിക്കൻ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഉള്ള കേസല്ലാതെ വേറെ വലിയൊരു ന്യൂസ് ഒന്നും നമ്മുടെ ഇന്ന് അമേരിക്കൻ മാർക്കറ്റിലില്ല. FOMCയിലെ മെമ്പർ സ്പീക്ക് ചെയ്യുന്ന ഒരു കാര്യം മാത്രം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വലിയ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള വലിയൊരു ന്യൂസോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റൊക്കെ ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ ഹൈ ഒക്കെ അടിച്ചടിച്ചാണ് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഡൗ ജോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഡൗ ജോൺസ് പുതിയൊരു ഹൈ അടിച്ചു. നമ്മൾ ഈ ഒരു ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാവും, ആശാൻ ഓൾമോസ്റ്റ് ഒരു ആൾ ടൈം ഹൈയുടെ ഭാഗത്തൊക്കെയാണ് അവൻ അമേരിക്കൻ മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ശ്രദ്ധിച്ചേന്നോ? അതേപോലെ നമ്മളെ നാസ്ഡാക്ക് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അതേപോലെ S&P നോക്കിയാൽ S&P ഓൾ ടൈം ഹൈ കട്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് എല്ലാം ഒരു കയറ്റം അങ്ങ് കയറി പൊക്കോണ്ടിരിക്കുന്നതല്ല. അതേസമയം നമ്മുടെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലോ, നിഫ്റ്റി താഴേക്ക് ഹൈ 26,025,808 പോയ ആശാൻ ഇപ്പൊ 24,400 ഭാഗത്ത് കിടന്ന് കളിക്കണം. ആ ഒരു റേഞ്ചിൽ തന്നെ കൃത്യമായി ഇപ്പൊ നമ്മൾ താഴേക്ക് അടിക്കുന്നു, അമാര് പടവലങ്ങ പോലെ താഴോട്ട് നമ്മൾ വരുന്നു, അമാര് എന്താണ് വെച്ചാൽ റോക്കറ്റ് പോലെ മോളിൽ പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് വരുന്നത്. പലരും ചോദിക്കാറുണ്ട് അമേരിക്ക മാർക്കറ്റ് കയറുന്നില്ലേ, നമ്മളെ മാർക്കറ്റ് കയറില്ലേ. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡീകപ്പിളിലാണ്. അതായത് ഡീകപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പോലെ മൂവ്മെന്റ് ചെയ്യുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വി ആർ അവർ ഓൺ എന്ന് പറയില്ല, നമ്മൾ സ്വന്തം കാലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ഇപ്പം കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് വൈകിട്ട് അങ്ങനെ വലിയൊരു ന്യൂസ് അമേരിക്കൻ മാർക്കറ്റിന് സംഭവിക്കുന്ന വലിയ ന്യൂസ് നമുക്കില്ല. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, നിഫ്റ്റിയുടെ വ്യൂ എടുക്കുക. അപ്പം നിഫ്റ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞ 2 ദിവസം ഒരേ റേഞ്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രൊഫൈലിനെ മെർജ് ചെയ്ത് ഒരു POC കണ്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി ഇപ്പം 24,640-നും 24,540 ഇടയ്ക്കുള്ള 100 പോയിന്റിനകത്താണ് കിടന്ന് ഇന്നലെ ഇന്നും കൂടെ കൂടുതൽ കളിച്ചത്. ഈ റേഞ്ചിന്റെ POC ആയ 25,595 ആണ് നമുക്ക് ഏറ്റവും വലിയ POC. ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു റേഞ്ചിന്റെ POC ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 24,595 ഭാഗത്തേക്ക് ഈ ഒരു POC നമുക്ക് മാർക്ക് ചെയ്തേക്കാം. 24,595 ആണ് ഈ റേഞ്ചിന്റെ POC. ക്ലിയർ ആവുന്ന 24,595 ആണ് നമ്മുടെ റേഞ്ചിന്റെ POC. ആ ഒരു കൃത്യമായ ഭാഗത്തേക്ക് POC ഞാനൊന്ന് മെർജ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു വാല്യൂവിന്റെ ഹൈ അല്ലെങ്കിൽ 25,650 മുകളിൽ മാത്രമേ ഞാൻ ഒരു 24,650 മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. 24,650 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ
നിങ്ങൾക്ക് ചിന്തിക്കുക. ആ ബൈ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് തരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ 24,650 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ആദ്യം എങ്ങോട്ട് പോകും? മാർക്കറ്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 690 695 അല്ലെങ്കിൽ 24,700 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,750 ഭാഗത്തേക്ക് പോകും. 743 അല്ല, 24,750 ഭാഗത്തേക്ക് പോകാനും 24,750 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ എത്രയാണ് 24,750 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഒരു POC, അതായത് ആക്ച്വലി പറഞ്ഞ ഈ ഒരു POC 24,845 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള അപ്പർ ലെവലാണ്. ഇനി നിങ്ങൾക്ക് നോക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അപ്പർ ലെവലിൽ ഒരു മൊമെന്റ് ഇപ്പോൾ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി താഴേക്കുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 24,510 താഴെ മാത്രമേ നിങ്ങൾക്ക് ഇനി സ്പോട്ടിൽ സെല്ലിംഗ് ഉള്ളൂ. അത്രയാണ് 24,510 താഴെ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അത് ഫസ്റ്റ് ടാർഗറ്റായ ഈ POC 24,435 ഭാഗത്ത് S1 എന്ന് പറയുമ്പം 24,435 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ S2 എന്ന് പറയുന്നത് 24,380 ഭാഗത്തേക്ക് വരും. S എത്രയാണ്? 24,380 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,510 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോകാൻ 24,435 24,380 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് നമ്മളെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കാം. മിഡ് ക്യാപ്പ് നിഫ്റ്റിയും കുറച്ച് ദിവസമായിട്ട് പക്ക ഒരു റേഞ്ച് തന്നെ മിഡ് ക്യാപ്പ് നിഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, വലിയൊരു മാറ്റമൊന്നുമില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒരു POസും കൂടെ ഞാൻ ഇങ്ങോട്ട് പ്രൊഫൈൽ മെർജ് ചെയ്തു, ഇതിനെ ഒരു കുമ്പറിന്റെ വയറ് പോലെ ആക്കി വെച്ചു. മിഡ് ക്യാപ്പിന്റെ റേഞ്ച് POC 12,595 ഭാഗത്താണ് ഈ റേഞ്ച് POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ റേഞ്ചിന്റെ POC ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. കാരണം മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തുടങ്ങി റേഞ്ച് POC മാർക്ക് ചെയ്യണം. സോ 12,595 ആണ് നമ്മുടെ റേഞ്ചിന്റെ POC. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 12,710 മുകളിൽ ഇനി 12,710 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് 12,710 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? ഈ 12,775 വരെ പോകും. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 12,775 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് മുകളിൽ അടുത്ത് നിൽക്കുമ്പോൾ എത്രയാണ്? 12,830. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 12,830 ഭാഗത്തേക്ക് 12,830 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 12,865 അല്ലെങ്കിൽ 12 എത്രയാണ് 12,892 തേർഡ് ടാർഗറ്റ് ഒരു മാറ്റമില്ല. 12,890 ഭാഗത്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോവർ ലെവലിലെ സ്ട്രക്ചർ ഇപ്പോഴും ഞാൻ എന്താണ് 550 താഴെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ 550 താഴെ 495 420 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതൽ. അപ്പം ഞാൻ ലോവർ ലെവലിലെ സ്ട്രക്ചർ ഒരു മാറ്റമില്ല. അപ്പർ ലെവലിലെ ബുള്ളിഷ് റെഫറൻസിന് ബാക്കിയുള്ള കാര്യത്തിന് മാത്രമേ കുറച്ച് മാറ്റങ്ങളുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് തമ്മിൽ ഭേദം തൊമ്മനായ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി പക്ക ഉടായിപ്പൊന്നല്ലെങ്കിൽ പക്ക റേഞ്ച് കിടന്ന് കൃത്യമായി. അപ്പോൾ ഈ ഒരു റേഞ്ച് എല്ലാം ഞാൻ ഒന്ന് മെർജ് ചെയ്യണം, വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. ആ റേഞ്ച് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളെപ്പോലെ ട്രേഡർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ റേഞ്ചിനെ ഒന്ന് കൃത്യമായിട്ട് മെർജ് ചെയ്ത് വെക്കുകയാണ്. സോ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 55,400നും 55,000 ഇടയ്ക്കുള്ള പക്ക റേഞ്ചിലാണ്. ഇതിന്റെ POC എന്ന് പറഞ്ഞാൽ 55,175 ആണ് ഈ റേഞ്ചിന്റെ POC. സോ ഞാൻ ഈ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 55,175 ആണ് ഇതിന്റെ POC. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബൈ എന്ന് പറയുമ്പോൾ 55,400 മുകളിലാണ് ബൈ. 55,400 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ചാൻസ് ഉണ്ട്. അതിന് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ POC 55,605 ഭാഗത്തേക്ക് വരും. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 55,605 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഫസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 55,605 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് പോകും? അടുത്തത് ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയ 55,810 മുകളിലേക്ക് വരാം. 55,810 മുകളിലേക്ക് വരാനും അതിന് മുകളിൽ 56,000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് 54,861 54,711 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. സോ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.